ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ ഉള്ള ചിന്തകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം കൊണ്ട് നിങ്ങൾക്കിത് റെസിനേറ്റ് ആയിട്ട് തോന്നുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാതിരിക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നിങ്ങളുടെ പേഴ്സൻ്റെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിലെ ചിന്തകൾ എന്താണ്, അവരുടെ ചിന്തകൾ എന്താണ് എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണൽ മനസ്സിലൂടെ കടന്നു പോകുന്ന ആ ഒരു ചിന്തകളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, കറണ്ട് ഫീലിങ്സ്, അവരുടെ കറണ്ട് ഫീലിങ്സ് ആണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണൽ മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരു കറണ്ട് ഫീലിങ്സുകൾ എന്തൊക്കെയാണ് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും ഒക്കെ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ആ ഒരു ചിന്തകൾ എന്തൊക്കെയാണ്, അവരെന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ഇവിടെ നമുക്ക് ടെമ്പറൻസ് കാർഡാണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നോക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ബ്രേക്കപ്പ്, ഒരു നോ കോണ്ടാക്ട് ആ ഒരു സിറ്റുവേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കറണ്ട് സിറ്റുവേഷൻ അങ്ങനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ വളരെ ഹൃദയവേദനയുള്ള ഒരു സമയമാണ് ഇത് എന്നാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ എല്ലാം കൈവിട്ട് പോയി എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണ് വളരെയധികം നിരാശയുള്ളതായിട്ട് കാണുന്നു. ബ്രേക്കപ്പ് സമയങ്ങളിൽ നിങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള തർക്കങ്ങളിൽ പലപ്പോഴും രണ്ടുപേർക്കും വളരെ മനസ്സിന് മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെ നിങ്ങൾ തമ്മിലുണ്ടായിട്ടുണ്ടാകാം. ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് വേദന ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവർ അതിനെക്കുറിച്ചൊക്കെ റിവൈൻഡ് ചെയ്ത് ചിന്തിക്കുന്നു. അതൊക്കെ ഒത്തിരി അധികം വേദന അവർക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്കിപ്പോൾ വളരെയധികം ഒറ്റപ്പെടൽ അനുഭവപ്പെടുകയാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഇവരിപ്പോൾ വളരെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇതുപോലെ ഒരു സെപ്പറേഷനിലേക്ക് അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റിലേക്ക് പോകാൻ ഇടയായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ ഒരു സമയത്ത് അവർ ആ ഒരു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് വിശകലനം ചെയ്ത് നോക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെയാണ് തനിക്ക് തെറ്റുപറ്റി പോയത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഡിസിഷൻ എടുക്കാനാവാത്ത സിറ്റുവേഷനിലാണ് അവരിപ്പോൾ ഉള്ളത് എന്നാണ് കാണുന്നത്. അതായത് ഇനി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണമോ വരാനായിട്ടോ ഒക്കെ ചിന്തകൾ അവർക്കുണ്ടെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല എന്ന് കാണുന്നു. ഇനി ഈ ഒരു സമയത്ത് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്, ഇനി ഈ ഒരു നോ കോണ്ടാക്ട് തുടരണമോ അതോ വീണ്ടും ഇനി സംസാരിച്ച് ഈ പ്രശ്നങ്ങളെല്ലാം ഒന്ന് പരിഹരിച്ച് ഈ ആശയക്കുഴപ്പം എല്ലാം ഒന്ന് മാറ്റി പ്രശ്നങ്ങളെല്ലാം മാറ്റി വീണ്ടും ഇതൊരു നല്ല റിലേഷൻഷിപ്പിലേക്ക് വരണമോ എന്നിങ്ങനെ രണ്ട് രീതിയിൽ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ എങ്ങനെ നോക്കിയാലും അവർക്ക് വളരെയധികം ഒരു ഹൃദയഭേദകമായ നിമിഷങ്ങളിലൂടെയാണ് ഈ ഒരു വ്യക്തി കടന്നു പോകുന്നത് എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ വളരെയധികം ഒത്തിരി പ്രതീക്ഷയോടെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ കടന്നു വന്ന വ്യക്തികളെയാണ് നമുക്ക് കാണുന്നത്. നിങ്ങളുടെ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ പക്ഷേ ഒത്തിരി എനർജീസ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഇട്ടു, അല്ലെങ്കിൽ എഫേർട്ട് ഒത്തിരി ഇട്ടു. പക്ഷെ നിങ്ങൾക്ക് അപ്പോഴും എല്ലാ ഭാഗത്തു നിന്നും നിങ്ങൾക്കൊരു വീഴ്ച വന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒന്ന് ഡൗൺ ആയി, തെറ്റെന്നല്ല പറയുന്നത്, നിങ്ങളൊന്ന് ഡൗൺ ആയി എന്ന് കാണുന്ന സമയത്ത് തന്നെ എല്ലാ ഭാഗത്തും നിങ്ങളെ ആളുകൾ ആക്രമിച്ചു എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. മറ്റുള്ളവരുടെ സംസാരം കൊണ്ടായിക്കോട്ടെ പ്രവൃത്തികൾ കൊണ്ടായിക്കോട്ടെ നിങ്ങളെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഒരു ഒറ്റപ്പെടലും ആ ഒരു വിഷമങ്ങളും ഒക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണും ഫീൽ ചെയ്യുന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആ സമയങ്ങളിലൊക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അങ്ങ് സൈലന്റ് ആയിട്ട് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് അങ്ങ് പോയി, അല്ലെങ്കിൽ ബ്രേക്കപ്പ് തന്ന് അല്ലെങ്കിൽ ബ്രേക്കപ്പ് പറഞ്ഞങ്ങ് പോയി. പിന്നീട് നിങ്ങൾ ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. അങ്ങനെ
അവരവരുടേതായ ഒരു വഴിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി തന്നെയാണ്. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു ബ്രേക്കപ്പ് സമയത്ത് അനുഭവിച്ച ഒരു പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രത്യേകിച്ച് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സ് പോലും ആ ഒരു സമയത്ത് നിങ്ങൾക്ക് താങ്ങായി നിന്നിട്ടില്ല എന്നാണ് കാണുന്നത്. അപ്പം ആ ഒരു പേഴ്സന്റെ ഭാഗം പറഞ്ഞിട്ടാണ് ഉള്ളത്. അപ്പൊ ആ ഒരു വേദനയും ആ ഒരു ഒറ്റപ്പെടലിന്റെ വിഷമങ്ങളെല്ലാം തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ അനുഭവിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു അടിത്തറ കെട്ടിപ്പടുത്ത് ഉണ്ടാക്കി കൊണ്ടുവരാനായിട്ട് ശ്രമിച്ച വ്യക്തി നിങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒട്ടും തന്നെ ഒരു എനർജി ഇട്ടിട്ടില്ലാത്ത ഒരാളാണ് എന്നാണ് കാണുന്നത്. അതായത് ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകണമെന്ന് ഒരിക്കലും ഈ ഒരു വ്യക്തി ചിന്തിച്ചോ അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ ഇടുക എന്ന് പറയും, നല്ല രീതിയിൽ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ടൊന്നും അവർ ശ്രമിച്ചിട്ടില്ല. നിങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പിന്റെ പാർട്ടായിട്ട് അവരിങ്ങനെ ജോയിൻ ചെയ്ത് പോയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിയുന്നുണ്ട്, അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നതായിട്ട് നമുക്ക് എനർജീസ് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളിലേക്ക് വരാനായിട്ട് വളരെയധികം ആദ്യത്തെ കാർഡുകളൊക്കെ ഒരു ആശയക്കുഴപ്പമുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഈ ബ്രേക്കപ്പ് തന്നെ തുടരാം എന്ന് വിചാരിക്കുന്ന പേഴ്സണെ കാണുന്നു. പിന്നീട് അങ്ങോട്ട് വരുമ്പോൾ ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരണം എന്ന് തന്നെയാണ് ഒരു ഗോൾ ഉള്ളതായിട്ട് നമുക്ക് ഒരു ആക്ഷൻ എടുക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടൊരു വഴി തെരഞ്ഞെടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു പേഴ്സണെയാണ് നമുക്ക് പിന്നീട് വരുന്ന കാർഡുകളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ സ്പിരിച്വൽ വേ ഒക്കെ ചൂസ് ചെയ്യുന്നു. ഒട്ടും തന്നെ ഒരു റിലീജിയസ് പരമായ ബിലീഫ്സ് ഒന്നും ഇല്ലാതെ ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഈ ഒരു സമയത്ത് അവർ റിലീജിയസ് പരമായിട്ട് രീതിയിലൊക്കെ ഒത്തിരി പ്രാർത്ഥനയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പ് വീണ്ടും ഒന്ന് കൂടിച്ചേരാനായിട്ട് അവർ പരിശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചില വ്യക്തികൾ ഈ ഒരു ബ്രേക്കപ്പിന് ശേഷവും നിങ്ങളെ ഈ തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ നിങ്ങൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ടാകാം. അപ്പോൾ ഇത്രയും ഒരു വേദന തന്നു പോയൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങളത് റിജക്റ്റ് ചെയ്തിട്ടുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കാം ഇവരിങ്ങനെ ഒരു സ്പിരിച്വൽ വേയിലൊക്കെ പോയി നിങ്ങളെ വീണ്ടും അവരിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഒരു എനർജി നമ്മളിവിടെ നോക്കണം. ഇതൊക്കെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സന്റെ ഒരു ഫീലിങ്സ്, ചിന്തകളെല്ലാം തന്നെ നിങ്ങളിലേക്ക് തിരികെ വരാനൊക്കെ അവർ ഒത്തിരി ആഗ്രഹിക്കുന്ന എനർജീസ് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് റിലേഷൻഷിപ്പിന് ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു. മാസ്റ്റർ കാർഡൊക്കെ അത് തന്നെയാണ് പറഞ്ഞത്, ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നു. അവരുടെ തെറ്റുകൾ അവർ മനസ്സിലാക്കുന്നതായിട്ടുള്ള എനർജീസ് നമുക്ക് കാണാനായിട്ട് വരുന്നു. പിന്നെ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു നല്ല വശം ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് തിരിച്ചറിയുന്നുണ്ട്, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കുന്നുണ്ട്. റിലേഷൻഷിപ്പിൽ നിങ്ങൾ കൊടുത്ത എഫേർട്ടും കാര്യങ്ങളും ഒക്കെ ഇവർക്ക് മനസ്സിലാക്കാനായിട്ട് അവരുടെ കണ്ണ് തുറന്ന് അവർ കാണുന്നു എന്നുള്ളതാണ്. ആദ്യമൊന്നും അവർക്കത് മനസ്സിലായിരുന്നില്ല. ഒരു സെപ്പറേഷൻ അതിനൊരു കാരണമായി തീർന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. പിന്നെ നിങ്ങളുടെ ഒരു എനർജീസ് ഇവിടെ പറയുകയാണെങ്കിൽ നിങ്ങൾ വളരെയധികം സമയം ചിന്തകളിലാണ് നിങ്ങളുടെ സമയം. ലൈഫിലെ ഇപ്പോൾ നിങ്ങളുടെ കറന്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ ലൈഫിലെ സമയം മുഴുവൻ പോകുന്നത് ചിന്തകളിലാണ് എന്നാണ്. കാരണം ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എപ്പോഴും. ഈ ഒരു വ്യക്തിയെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു വ്യക്തിയുടെ പ്രസന്റ് അല്ല നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ വ്യക്തിയുമായിട്ട് പാസ്റ്റിൽ ഉണ്ടായിരുന്ന സമയങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു. എങ്ങനെ നോക്കിയാലും നിങ്ങളുടെ ഒരു ദിവസം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതൽ സമയവും ഈ ഒരു പേഴ്സണെ കുറിച്ച് ഓവർ തിങ്ക് ചെയ്ത്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ പറഞ്ഞു പോയിട്ടുള്ള വാക്കുകൾ, പ്രവൃത്തികൾ, ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് ഓവർ തിങ്ക് ചെയ്ത് വളരെയധികം വിഷമിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നമുക്ക്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഗൈഡൻസ് ആയിട്ട് നമുക്ക് വരുന്നത്, നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ സമയം എന്ന് പറയുന്നത് ഇനി ഒരിക്കലും തിരിച്ചു വരാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് ഈ ഒരു സമയം നിങ്ങൾ വെറുതെ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് നെഗറ്റീവ് തിങ്കിങ് ഒക്കെ ചെയ്ത് നഷ്ടപ്പെടുത്തി കളയാതെ നിങ്ങളുടെ ജീവിതം, അതായത് നിങ്ങളുടെ ലൈഫ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ ഉയർത്തിക്കൊണ്ടുവരാനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനാണ് യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഗൈഡൻസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോ മിനിറ്റും ഈ ഒരു വ്യക്തിയുടെ ചിന്ത, നമുക്കിപ്പോൾ ഒരു ബ്രേക്കപ്പ് ഒക്കെ വന്നു കഴിയുമ്പോൾ എന്തായാലും നമ്മൾ ആ പേഴ്സണെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അങ്ങനെ ചിന്തകൾ വരുമ്പോൾ പർപ്പസ്ഫുള്ളി നിങ്ങളുടെ മനസ്സിനോട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക, ഈ ഒരു പേഴ്സൺ എനിക്ക് യൂണിവേഴ്സ് വിധിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ എന്നിലേക്ക് തന്നെ വരും, പിന്നെ ഞാൻ ഇതേക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്ന നിങ്ങൾ മനഃപൂർവ്വം മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം ഇനി വരുന്ന സെക്കൻഡുകളിൽ ഞാൻ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് എൻ്റെ ലൈഫ് ബിൽഡപ്പ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ ആ ചിന്തകളാണ് പ്രവൃത്തികളാകുന്നത്. അപ്പൊ അങ്ങനെ ചിന്തകളിലേക്ക് വരുമ്പോൾ നമുക്ക് നമ്മുടെ ലൈഫ് ബിൽഡ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടും കൂടുതൽ മുന്നോട്ട് വരാനായിട്ടും ഉയർന്നു വരാനായിട്ടും ഒക്കെ സാധിക്കും എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതാണ് നമുക്കിവിടെ ഒരു ഗൈഡൻസ് മെസ്സേജ് ആയിട്ട് ഇവിടെ കിട്ടുന്നത്.
അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ സോൾ മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, സോൾ മെസ്സേജസ്. ഓക്കെ, ഫസ്റ്റ് മെസ്സേജ് നമുക്ക് കിട്ടുന്നത് മൈ ലവ് ഈസ് അൺകണ്ടീഷണൽ. ഇപ്പോൾ അവർക്ക് നിങ്ങളോടുള്ള ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷനും ഇല്ലാത്തതാണ് എന്നാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത്. ഐ നെവർ ടോൾഡ് അബൌട്ട് മൈ പ്രോബ്ലംസ്. ഓക്കെ, അവർക്ക് ഒത്തിരി പ്രോബ്ലംസ് ഈ ഒരു സമയത്തുണ്ട്, അതൊന്നും നിങ്ങളോട് പറഞ്ഞിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഐ മിസ് യുവർ പ്രസൻസ്. ഓക്കെ, നിങ്ങളുടെ പ്രസൻസ് വളരെയധികം ഈ ഒരു വ്യക്തിക്ക് മിസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നു. ദിസ് ടൈം ഐ എം നോട്ട് റെഡി, ഗീവ് മീ ടൈം. ഓക്കെ, അപ്പോൾ നമ്മൾ റീഡിങ് കണ്ടതാണ്. അപ്പോൾ ഒരു ആശയക്കുഴപ്പത്തിലാണ്, എന്ത് ചെയ്യണം എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിലാണ്. ഇനി പിന്നീട് നമുക്ക് ഫ്യൂച്ചർ, അപ്പോൾ നമുക്ക് റീഡിങ്ങിന്റെ ഫ്യൂച്ചർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവർ നിങ്ങളിലേക്ക് വരും എന്ന് തന്നെയാണ്. ഈ ഒരു ആശയക്കുഴപ്പത്തിന്റെ ഒരു ഘട്ടമൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങളിലേക്ക് അവർ എത്തും. I feel empty without you. I am changing and learning some hard lessons right now. Okay, ഈ ഒരു സമയത്ത് വളരെ ശൂന്യതയാണ് അവർക്ക് അനുഭവപ്പെടുന്നത്. ഒത്തിരി ജീവിതത്തിലെ പല പാഠങ്ങളും അവർ പഠിച്ചു കഴിഞ്ഞു. അതുവഴി അവർക്ക് ഒത്തിരി മാറ്റങ്ങൾ വന്നു എന്ന് അവർ വിശ്വസിക്കുകയാണ് എന്ന് നിങ്ങളോട് പറയുകയാണ് അവർ ഈ ഒരു സമയത്ത്. ഐ നോ ഐ ഹേർട്ട് യു. ഓക്കെ, നിങ്ങളെ വേദനിപ്പിച്ചു എന്നുള്ളൊരു കാര്യം അവർ മനസ്സിലാക്കുന്നു. ഓക്കെ, അവരുടെ തെറ്റ് അവർ മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. യു ആർ മൈ സോൾ. ഓക്കെ, നിങ്ങളാണ് അവരുടെ ആത്മാവ് എന്ന് ഈ ഒരു സമയത്ത് നിങ്ങളോട് അവർ പറയുകയാണ്. ഐ വിൽ കോൾ യു സൂൺ. ഓക്കെ, നമുക്ക് ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, നിങ്ങളെ ഉടനെ തന്നെ വിളിക്കും എന്നൊരു മെസ്സേജാണ് നമുക്കിവിടെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ആളുകളെയൊക്കെ ഞാനിവിടെ റീഡിങ്ങിൽ തന്നെ പറഞ്ഞു നിങ്ങളെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടാകാം എന്നുള്ളൊരു കാര്യം. ഇല്ലാത്ത ആളുകൾക്ക് ഉടനെ തന്നെ ഒരു കോണ്ടാക്ട് കിട്ടും എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ ഒന്ന് എടുത്തേക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഫസ്റ്റ് ക്ലൂ ഷോർട്ട് ടെമ്പേർഡ് എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ്. പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളുകളായിരിക്കാം. ചോക്ലേറ്റ് ലവർ, ടാറ്റു ഓൺ നെക്ക്, കഴുത്തിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു ക്ലൂ കിട്ടുന്നുണ്ട്. 48 hours ഒരു കോണ്ടാക്ട് പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങൾക്ക്. ഡ്രോയിങ്, പടമൊക്കെ നല്ല പിക്ചേഴ്സ് ഒക്കെ വരയ്ക്കുന്ന ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. ഫിസിക്കൽ ഫിറ്റ്നസ്, ബേക്കർ ആകാൻ ചാൻസ് ഉണ്ട്. ക്രേസി, വളരെ ക്രേസി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, 6 days എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1996 എന്ന് പറയുന്ന വർഷം വരുന്നു. നമ്പർ 3 നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 40 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 40, നമ്പർ 56, 1975, ഗവൺമെന്റ് സർവീസ്, പേഷ്യൻസ്, വളരെ ക്ഷമയുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. സെക്കൻഡ് സ്റ്റാർ, ഏപ്രിൽ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1994 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നു. ലെറ്റർ Z നമുക്കിവിടെ കിട്ടുന്നു. സപ്പോർട്ടീവ്, വളരെ സപ്പോർട്ടീവ് ആയിരിക്കാം നിങ്ങൾ. ചിലപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ നിന്നുള്ള ആളുകളാകാം. ചെസ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നു. സെൻസിറ്റീവ്, ഗെയിമിംഗ്, ലെറ്റർ X, സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ആളുകളാകാം. റെയിൻബോ സൈൻസ് ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. റെയിൻബോ സൈൻസ് ഒക്കെ ഇത് മാറ്റത്തിന്റെ ഒരു സൈനാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റം വരുന്നു എന്നുള്ളതിന്റെ സൈനാണ്. 2002 എന്ന് പറയുന്ന വർഷം കിട്ടുന്നു. പെറ്റ് ലവേഴ്സ്, ഫ്ലവേഴ്സ്, ഫീൽസ്, പാസ്റ്റ് ലൈഫ് കണക്ഷൻ. ഈ ഒരു സമയത്ത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഒക്കെ തോന്നുന്നുണ്ട് ഈ ഒരു വ്യക്തിക്ക്. മലപ്പുറം ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 53, നമ്പർ 34, യെല്ലോ കളർ. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.